ശരിയാണ്. ഇന്ന് വൈകിട്ടാണ് അമ്പലത്തിൽ മെയിൻ ഉത്സവം. ആ ഇന്ന് നമ്മളെ പിള്ളേര് പോകും. ഇന്ന് വെക്കും. ആ ബായ്, ഒരുപാട് പേര് മരിക്കും. മരിക്കട്ടെ. നിങ്ങളുടെ ഓവറിന്റെ സ്ഥലമാണ് ഏരിയ മുസ്ലിങ്ങളുടെ ഓവറിന്റെ ഏരിയയാണ്. അതെ, പേടിക്ക് വെക്കാം. നമുക്ക് തനിച്ചാവട്ടെന്നേ. നമുക്കെന്താണ് നമ്മൾ പറഞ്ഞ എമൗണ്ട് കറക്റ്റല്ലേ? ശരിയല്ലേ? ആ വൈകുന്നേരം പൊട്ടിന് ശേഷം എന്റെ പിള്ളേർ അവരൊന്ന് പുറത്തു വിട്ടാൽ മതി. ശരി ശരി, ഓക്കെ ബായ്. ഓക്കെ ഓക്കെ, റെഡി റെഡി റെഡി. സമയം കാത്തു ഷോപ്പിന് വിളിച്ച് വേഗം പറഞ്ഞ കേട്ടോ. സുരേന്ദ്രേട്ട നമസ്കാരം. ആ നമസ്കാരം. ഉത്സവത്തിന് പോകുന്നില്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് വെള്ളി പോയിട്ടുണ്ട്, ബഷീർ. അവൻ വരാണ്ട് കാത്തിരിക്കുന്നു. ബഷീറാ? അമ്പലം ഉത്സവം ഹിന്ദുക്കൾക്കുള്ളതല്ല, അല്ലാണ്ട് കണ്ട പാകിസ്ഥാനക്കുള്ളതാണ്. പാകിസ്ഥാനിയോ? തന്റെ വീട്ടിൽ നിന്നാണ് പാസ്പോർട്ട് കൊടുത്തത്? സുരേന്ദ്ര, ഈ മണ്ണിനൊരു ചരിത്രമുണ്ട്. എന്റെ നിറം ചുവപ്പാണ്, അല്ലാതെ കാവ്യല്ല. നല്ല കട്ട ചുവപ്പ്. അതുള്ളിടത്തോളം കാലം ഞങ്ങൾ സഹോദരങ്ങൾ ഇവിടെ ജീവിക്കും. തടയാൻ വേണ്ടി ആ ബഷീറെ, നമ്മ പോളിസൈഡുണ്ട്, നീ വേഗം ഇങ്ങോട്ട് വാ. ആയിടാ, ഓക്കെ ശരി, വേഗം വാ. എനക്കോന്റെ മോന്നടി തച്ചിപ്പൊട്ടിക്കാൻ ഞങ്ങൾക്ക് അത്ര ദേഷ്യം. അരി നീ വിട്. സുരേന്ദ്രേട്ടൻ പറഞ്ഞ എന്നെ തെറ്റില്ലത്. സുരേഷ് നീല്ലാം എപ്പോഴാ മാറിയ? ഞാനെന്ത് മാറിയെന്നാ നീ പറയുന്നത്? നിനക്ക് ഇതാ വരുന്ന ബഷീറുണ്ട്, അവന്റെ വീട്ടിൽ നിന്ന് എത്ര ബഷീറെ, അമ്പലം ചെയ്യല ഹിന്ദുക്കൾക്കുള്ളത്, അല്ല നിന്റെ പോലത്തെ കള്ളം. സുരേഷ് നീ മിണ്ടായിരിക്കും. തച്ച് പല്ലുതായി എന്നെ തൊട്ടാ ചോദിക്കാൻ വേണ്ടി എനിക്ക് ആളുണ്ട്. അമ്പലം തെയ്യൊക്കെ ഹിന്ദുക്കൾക്കുള്ളതാ, അല്ലാതെ കണ്ട പാകിസ്ഥാനികൾക്കുള്ളതാ. ഞാൻ മുസ്ലിമാണ്, നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒന്നിച്ച് പഠിച്ചപ്പോഴും ഒന്നിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോഴും ഒരേ പായിൽ കടന്നിറങ്ങുമ്പോഴും ഇല്ലാത്ത എന്ത് ബോധമാണ് എനിക്ക് ഉണ്ടായത്? ആയി ബഷീറെ നിൽക്കടാ. ബഷീറെ, സുരേഷ് ആഴ്ചയും കണ്ണിന്റെ ആയുധം കഴിച്ചു നമ്മുടെ ചങ്ങന്മാരെ അതിന് മറക്കരുത്. ആ ഉമ്മ, ഞാൻ ഉത്സവത്തിന് പോകുന്നില്ല. ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഞാൻ വരുമ്പോ പയ്യും. ആ ഞാൻ വേഗം വരാം. ഹലോ, ആരാത്? കൊല്ല്.
ബഷീറെ ബഷീറെ ഇല്ലടാ ഇല്ലടാ ഹോസ്പിറ്റലിൽ പോ ബഷീറെടാ ഇല്ല ഹോസ്പിറ്റലിൽ പോ എടാ എന്താണ് നടന്നത് ബഷീർ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു കാര്യം പറയാം എന്താ സുരേഷ് കാവിക്കൊടി പിടിച്ചവർ മാത്രമല്ല ഇന്ത്യക്ക് ജയ്ഹിന്ദ് മതത്തി വെച്ചത് മാത്രമല്ല ഇന്ത്യക്കാർ നിങ്ങൾ ഇന്ത്യക്കാരാണ് ഇതിൽ കൂടെ ബഷീറെ 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 ഒരു മതേതര രാജ്യമായതുകൊണ്ട് തന്നെ ഭാരത മണ്ണിൽ നാനാജാതി മതസ്ഥരും ഭാഷക്കാരും കൈകോർത്ത് ജീവിക്കുന്നു. ഇതിനിടയിൽ മതഫാസിസം വളർത്തി നമ്മളെ വിഭജിക്കുന്നവരുടെ കുബുദ്ധിയെ നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ബഷീറിനെ പോലുള്ളവർ ഈ നാടിന്റെ നട്ടെല്ലാണെന്ന് മനസ്സിലാക്കി നമുക്ക് പൊരുതാം. കാൽക്കുഴഞ്ഞ് മെയ് തളർന്ന് വീണുപോവുമെന്നാലും ഒന്നുയർന്നു മുന്നിലേക്ക് പോയിടാം. കാറ്റെടുത്തെറിഞ്ഞ വിത്ത് മൂന്നിടത്ത് വീണാലും മൂന്നു മട്ടിൽ നാം വെടുത്തു മുന്നിടാം. കാൽക്കുഴഞ്ഞ് മെയ് തളർന്നു വീണുപോവുമെന്നാലും ഒന്നുയർന്നു മുന്നിലേക്ക് പോയിടാം. കാറ്റെടുത്തെറിഞ്ഞ വിത്ത് മൂന്നിടത്ത്